ഈ തൈക്കണ്ടി വീണ പിണറായി വിജയൻ്റെ മകൾ അവർ വാങ്ങിയ മാസപ്പടി 1.72 ലക്ഷം കോടി രൂപയാണ്. അത് ഒരു കമ്പനിയുടെയാണ്, എക്സാലോജിക്കിൻ്റെ മാത്രമാണ്. ഇവരുടെ തന്നെ മറ്റൊരു കമ്പനിയുടെ വേറൊരു 1 കോടി രൂപ കൂടിയുണ്ട്. അങ്ങനെ 2.72 ലക്ഷം രൂപയാണ് ഇവർ മാസപ്പടി വാങ്ങിയതായിട്ട് കണക്കുള്ളത്. കണക്കില്ലാത്തത് വേറെ എത്ര കാണും? അതെ, അത് 2 കമ്പനിയുടെ. ഇനി ഇവർക്ക് ഒരുപാട് പേപ്പർ കമ്പനികൾ, കടലാസ് കമ്പനികൾ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള മാസപ്പടി എല്ലാം കൂടെ വാങ്ങിക്കൂട്ടി കുടുംബവും എല്ലാം ചേർന്ന് അടിച്ചു പൊളിച്ചതിന് ശേഷം ഇവരെ കേസിൽ നിന്ന് ഊരാൻ വേണ്ടി നമ്മുടെ നികുതി പണം എടുത്ത് സർക്കാർ ചെലവഴിച്ചിരിക്കും. കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട്. കണക്ക് പുറത്തുണ്ട്. അതായത് 1.75 കോടി രൂപയാണ് വക്കീലന്മാർക്ക്. 1.25 കോടി രൂപ. 1.25 കോടി രൂപ. അതായത് സർക്കാർ ഈ അന്വേഷണം തടയാൻ വേണ്ടി, അതായത് EDയുടെ അന്വേഷണം തടയാൻ വേണ്ടിയാണ് ഈ 1.25 കോടി രൂപ ചെലവഴിച്ചത്. ഈ 1.25 കോടി രൂപ കൊടുത്തിട്ട് വല്ല പ്രയോജനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. ഒരു ദിവസം ഒരു സിറ്റിങ്ങിന് 25 ലക്ഷം രൂപ വാങ്ങിക്കുന്ന വക്കീലിനെയാണ് ഇവർ ഇതിനെ കൊണ്ടുവന്നത്. ഒരു സിറ്റിംഗ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ CMRL എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് കമ്പനിയല്ലേ, അപ്പോൾ അതിനകത്ത് എന്താണ് കാരണം? അതിനകത്ത് എങ്ങനെ സർക്കാരിന് പൈസ മുടക്കാൻ പറ്റും? എങ്ങനെയാണ് മുടക്കിയിരിക്കുന്നത് അറിയോ? അതായത് ഈ CMRLല് KSIDC, കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, ഈ KSIDCക്ക് 13.41% ഓഹരി. അതെ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സർക്കാർ പ്രതിനിധികൾ ഇതിന് ഡയറക്ടർ ബോഡി വരും. അതെ, സർക്കാർ പ്രതിനിധികൾ ഡയറക്ടർ ബോഡി വന്നു എന്ന് മാത്രമല്ല, ആ പ്രതിനിധികൾ വിരമിച്ചതിന് ശേഷം ഈ CMRLന്റെ സ്വതന്ത്ര ഡയറക്ടർമാരായിട്ട് ചുമതല. അപ്പോൾ വീണ്ടും ശമ്പളം കിട്ടും അവർക്ക്. ഇവിടെ ഡബിൾ ശമ്പളമായിരുന്നാണ് തോന്നുന്നത്. അതെ, സർക്കാർ ശമ്പളം ഉണ്ട്, പിന്നെ ഡയറക്ടർ ബോഡി ഇരുന്നതിന് വേറെ ശമ്പളം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഈ അഭിഭാഷക ഫീസായിട്ടാണ് ഈ 1.25 കോടി കൊടുത്തിരിക്കുന്നത്. ഓർക്കണം, സർക്കാരിന് ഹൈക്കോടതിയിൽ സ്റ്റാൻഡിംഗ് കൗൺസിൽമാരുണ്ട്, പ്ലീഡർമാരുണ്ട്, അല്ലേ? ഓരോ വകുപ്പിനുമുണ്ട്. നമുക്കറിയാമല്ലോ, എല്ലാ തവണയും ഓരോ സർക്കാരിന് വരുമ്പോൾ അവരുടെ കൂടെയുള്ള പലപ്പോഴും കേസിലെ വക്കീലന്മാരായിരിക്കും നിയമിക്കാറുള്ളത്. വളരെ അപൂർവം പേരെ മാത്രമേ കേസുള്ള വക്കീലിനെ വയ്ക്കുകയുള്ളൂ. ഇവിടെ എന്താ സംഭവിച്ചെന്നറിയാം? അവർക്ക് വാദിക്കാൻ അറിയില്ലല്ലോ. അല്ല, ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഹൈക്കോടതി സ്റ്റാൻഡിംഗ് കൗൺസിൽ നിലവിലുള്ളപ്പോൾ പ്രതിദിനം 25 ലക്ഷം രൂപ ഒരു സിറ്റിങ്ങിന് 25 ലക്ഷം രൂപ മേടിക്കുന്ന വക്കീലിനെ വെച്ചു. അല്ല, മാത്രമല്ല ഇത് പല കേസുകളും സുപ്രീം കോടതി ഇതിനേക്കാളും വലിയ ഫീസ് വാങ്ങിക്കുന്നവരെ ഇവർ ഏർപ്പെടുത്തുന്നത് വേറെ ചില കേസുകളിൽ. അതാണ് കണക്ക് നോക്കാം. 1.75 കോടി, അതായത് ഒരു സിറ്റിങ്ങിന് 25 ലക്ഷം രൂപ. ഈ സിറ്റിംഗ് നടന്നാലും ഇല്ലെങ്കിലും 25 ലക്ഷം രൂപ കൊടുത്തതിന് ശേഷം എന്താ സംഭവിച്ചിരിക്കുന്നത്? ഈ കൊടുത്തിട്ടും ഇത് തോറ്റുപോയി. അതായത് കേസ് തോറ്റു. അപ്പം ഈ SFIOയുടെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഇതിൻ്റെ അന്വേഷണം റദ്ദാക്കണം. അതുപോലെ ഇവരെ ED അന്വേഷണത്തിൽ പിന്തിരിപ്പിക്കണം. ഇതൊക്കെയായിരുന്നു ഇവരുടെ ആവശ്യം. ഈ ശരിക്കും പറഞ്ഞാൽ SFIO ഇവിടെ തുടങ്ങിയപ്പോൾ ഇവർ ശരിക്കും വരണ്ടുപോയി. കാരണം അതിൻ്റെ മുഖ്യ ചുമതല ഉണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ, അതായത് പേര് അങ്ങ് മറന്നുപോയി, ഇത് മലയാളിയല്ല, പക്ഷെ അദ്ദേഹം വളരെ ശക്തനായ ഉദ്യോഗസ്ഥനായിരുന്നു. നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള ഫ്രോഡ് കാണിച്ച ഒരുപാട് ഉന്നതന്മാരെ പൊക്കിയ ആളായിരുന്നു അദ്ദേഹം. അത് ഇവർ വല്ലാതെ ഭയന്നു. കാരണം അയാൾ ആരും സ്വാധീനിക്കാൻ ശ്രമിച്ചാലും അയാൾ വഴങ്ങുന്ന ഒരാളായിരുന്നില്ല. പക്ഷേ പിന്നീട് ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിൻ്റെ SFIO അന്വേഷണവും പതുക്കെ മന്ദഗതിയിലായി എന്ന് തന്നെയാണ് ഇപ്പോൾ തോന്നുന്നത്. മറ്റേ കോടതി ഇടപെട്ടിട്ടുണ്ടെന്നാണ് അതിൻ്റെ SFIO അന്വേഷണം ബന്ധപ്പെട്ടൊക്കെ തന്നെ. ഇതിനകത്ത് വേറൊരു കാര്യം കൂടി. SFIOയുടെ പിന്നെ കുറ്റപത്രത്തിനെതിരെ KMRL ഹൈക്കോടതിയെ സമീപിക്കുന്നു. KSIDC KMRL ഷെയർ ഉണ്ടെന്നുള്ള കെയർ ഓഫിൽ അവിടെ പോയി കയറുന്നു. കയറിക്കഴിഞ്ഞ് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇപ്പോൾ KSIDCയുടെ നിലപാട് മാറുകയാണ്, സർക്കാർ മാറി. ഈ കേസിനകത്ത് ഇവർ തുടരുമോ എന്നുള്ളതാണ് ഇനിയത്തെ ചോദ്യം. അപ്പോൾ ഇതുവരെ അക്കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തില്ല. പുതിയ സർക്കാരാണ് തീരുമാനമെടുത്തത്. അപ്പോൾ നമ്മളെ ഏറ്റവും ഞെട്ടിച്ച ഒരു കാര്യം, ഈ KMRLന്റെ ഡയറക്ടർ ബോർഡിലേക്ക് സർക്കാർ പ്രതിനിധികളായിട്ട് പോയവർ പിന്നീട് അവിടുന്ന് വിരമിച്ചു. അതായത് KSIDC അവിടുന്ന് ശമ്പളം കൈപ്പറ്റി, അതായത് ഇവിടെയും കൈപ്പറ്റുന്നു, അവിടെയും കൈപ്പറ്റുന്നു. വിരമിച്ച ശേഷം CMRLന്റെ സ്വതന്ത്ര ഡയറക്ടർമാരായിട്ട്. അപ്പോൾ അവർക്ക് ഇവിടെ സ്വാധീനം ചെലുത്താനും ഈ ഓഫീസുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും എല്ലാ ഉടായ്പകളും നടത്താനും മുൻപരിചയമുള്ള ആളോട് ഇരിപ്പുണ്ടല്ലോ. അത് വളരെ എളുപ്പം സാധിക്കും. കരുവണക്കടത്ത് വളരെ പ്രാക്ടിക്കലായ, വളരെ പ്രായോഗികമതിയായ ഒരു തന്ത്രശാലിയായ ബിസിനസ്സുകാരനാണ്. അയാൾക്ക് മനസ്സിലായി ഇവരെല്ലാം പൈസ കൊടുത്താൽ വീഴ്ത്താൻ പറ്റുമെന്ന്. അതുപോലുള്ള ആളെ തന്നെ കൊണ്ടുവരും. മാത്രമല്ല ഇതിൽ വളരെ പ്രസക്തമായ ചോദ്യമുണ്ട്. KSIDC ഈ CMRLന്റെ ഡയറക്ടർ ബോർഡിലുണ്ട് എന്ന് പറയുമ്പോൾ സർക്കാർ പങ്കാളിത്തമാണ്. അങ്ങനെയാണെങ്കിൽ പിണറായി വിജയൻ അതിൽ പങ്കാളിയാണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയാണ്. അങ്ങനെയാണെങ്കിൽ അതാണ്. അങ്ങനെയാണെങ്കിൽ ഈ പിന്നെ വീണയ്ക്ക് ഈ ഇങ്ങനെ വഴിവിട്ട് സഹായം നൽകിയ ആ കേസിൽ പിണറായി വിജയൻ കുറ്റക്കാരനാണ്. ഈ SFIO അന്വേഷണം വന്നു, ഇതെല്ലാം കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഈ ഡബിൾ ശമ്പളം വാങ്ങുന്നത് നിർത്തിയിരിക്കുന്നത്. അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. CMRL SFIOയുടെ അന്വേഷണത്തിൽ CMRL പ്രതി ചേർക്കപ്പെട്ടപ്പോൾ
ഓഹരി പങ്കാളി എന്ന നിലയിൽ കമ്പനിയോട് വിശദീകരണം ചോദിച്ച KSIDC ചെയർമാൻ സ്ഥാനം ഒഴിയേണ്ടി വന്നു. അത്രേ ഉള്ളൂ. അതായത് SFI CMRL പ്രതികാരം ഈ അതായത് KSIDC ചെയർമാൻ ഈ CMRLനോട് ഓഹരി പങ്കാളി എന്നുള്ള നിലയിൽ വിശദീകരണം ചോദിച്ചു. അയാൾക്ക് രാജിവെച്ച് പോകേണ്ടി വന്നു. അല്ല, ഇതിൽ രസകരമായ കാര്യം ഈ കേരള സർക്കാരിൽ നമുക്കറിയാമല്ലോ, ഈ റിട്ടയർ ചെയ്യുന്ന IAS IPS ഉദ്യോഗസ്ഥന്മാരെ എങ്ങനെയും കടിച്ചു തൂങ്ങി കയ്യും കാലം പിടിച്ച് ഏതെങ്കിലുമൊക്കെ സ്ഥാനങ്ങൾ നേടിയെടുക്കുമല്ലോ. ഈ നേടിയെടുക്കാൻ കഴിയാത്ത ചിലർ പുറത്തു പോയിട്ട് സ്വകാര്യ സ്ഥാപനങ്ങളിൽ വലിയ പദവിയിലിരിക്കും. വലിയ ധനകാര്യ സ്ഥാപനങ്ങളുടെ സെക്യൂരിറ്റി അഡ്വൈസറായിട്ടുള്ള പഴയ DGPമാരുണ്ട്. അതുപോലെ വൻകിട മൾട്ടിനാഷണൽ കമ്പനികളുടെയൊക്കെ തന്നെ ഉപദേഷ്ടാക്കളെന്നൊക്കെ പറഞ്ഞ് കയറി പറ്റും. സുധാകരൻ പൊതുവനത്ത് വന്നിട്ടായിരുന്ന സമയത്തുള്ള ഒരു കാര്യം ഒരിക്കലും അറവിൻ്റെ അടുത്ത് പറയായിരുന്നു. അവർ വരുന്ന ഒരു വൻകിട വ്യവസായ സ്ഥാപനം മന്ത്രി കാണാൻ വരുന്ന റോഡിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരം തുടങ്ങുമ്പോൾ അതിൻ്റെ കാര്യം മനസ്സിലായി. ഇരിക്കുന്ന ആൾ പഴയ നമ്മുടെ ചീഫ് സെക്രട്ടറി അല്ലേ എന്നുള്ള കാര്യം. അപ്പോൾ ചോദിച്ചു, എന്താണ് ഇപ്പോൾ ഇയാളെന്താണ് കൊണ്ടുവന്നതെന്ന് ചോദിച്ചു. അല്ല, അദ്ദേഹം റിട്ടയർ ചെയ്തിട്ട് ഇപ്പം ഞങ്ങളുടെ ഉപദേഷ്ടാവാണ് അദ്ദേഹം. അതാണ് അപ്പം ഇറങ്ങിപ്പോകാൻ പറഞ്ഞത് അദ്ദേഹം. അപ്പം സുധാകരൻ പറഞ്ഞു ഇത് പറ്റില്ല, കാരണം നമ്മളെ മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട് ഒരുപാട് രഹസ്യങ്ങൾ അറിയാനുള്ള ആളാണ് ഇരിക്കുന്നത്. ഇയാളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് നിങ്ങൾ ഇവർ പിന്നെ സർക്കാരുമായിട്ട് ചർച്ച ഇങ്ങനെ നടത്തുന്നതാണ് ചോദിച്ചു. ഇയാളത് പുറത്ത് പോട്ടെന്ന്, ഇയാൾ പുറത്ത് പോയിട്ട് നിങ്ങൾക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. സുധാകരനാണ്ട് ആർജവം കാണും. അതെ 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 അതെ. ഇപ്പം നമ്മൾ ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ ഈ 1.25 കോടി രൂപ വക്കീൽ ഫീസ് ഇനത്തിൽ കൊടുത്തു. അതായത് സ്റ്റാൻഡിംഗ് കൗൺസിൽ ഉണ്ടായിരിക്കണം. വൻ അഴിമതിയല്ലേ? വൻ അഴിമതിയാണ്. മാത്രമല്ല ഈ 1.25 കോടി രൂപ ആരുടെയാണ്? ഇവിടുത്തെ ഇപ്പം നമ്മൾ രണ്ടുപേരും അടങ്ങുന്ന, ഇന്നലെ ഈ കല്ലെറിഞ്ഞവൻ അടങ്ങുന്ന, വാഹനം തല്ലിപ്പൊട്ടിച്ചവൻ അടങ്ങുന്ന, ആ വാഹനത്തിൽ പരിക്കേറ്റ ഡ്രൈവർ അടങ്ങുന്ന ഇവിടുത്തെ പൊതുജനത്തിൻ്റെ പൈസയാണ്. അല്ലേ, നമ്മൾ കഴിഞ്ഞ ദിവസം ഒരിക്കൽ ചർച്ച ചെയ്തപ്പോൾ അത് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഈ വക്കീലന്മാരെ ഈ ഇത്തരം ഈ വിവിധ വകുപ്പുകളിൽ പ്ലീഡർമാരെ നിയമിക്കുമല്ലോ, ഇത് കേസ് ഫീസ് ഉള്ളവരാണ് അവന് പരിചയം ഉണ്ടെന്ന് നോക്കിയിട്ട് രാഷ്ട്രീയ ഒരിക്കലുമല്ല. കാരണം രാഷ്ട്രീയ പിന്തുണയുടെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് തന്നെ എന്ത് വരുന്നു, എല്ലാ കേസുകളിലും സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാരെ മന്ത്രി വീണ ജോർജിന്റെ സഹോദരിയൊക്കെ ഈ സർക്കാർ നിയമിച്ച ആൾക്കാരാണ്. അതായത് നമ്മൾ പ്രമാദമായ കേസ് വരുമ്പോൾ ഈ ആരും വാദിക്കില്ല. അപ്പൊ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ കൊണ്ടുവരും. സ്പെഷ്യൽ പ്രോസിക്യൂട്ടറിന് ആര് കൊടുക്കണം കാശ്? ഈ പറയുന്ന സർക്കാർ കൊടുക്കണം. അപ്പം ഇവിടെ ഓർത്തോണം, CMRL എന്ന് പറയുന്ന കമ്പനിയിൽ ഡയറക്ടർ ബോർഡിൽ ഓഹരി ഉണ്ട് എന്ന് മാത്രം ഉള്ള ഒരു കാരണം കൊണ്ട് ഈ CMRLനെ രക്ഷിക്കാൻ പോവുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം വീണാ വിജയനെ രക്ഷിക്കുക എന്നുള്ളതാണ്. ഈ വീണാ വിജയനെ രക്ഷിക്കണമെങ്കിൽ വീണാ വിജയൻ സ്വന്തം നിലയിൽ കയ്യിൽ നിന്ന് കാശ് മുടക്കി പോകണം, അല്ലേ? അതെ, അത്രേ ഉള്ളൂ. അപ്പൊ ഈ കമ്പനി അന്വേഷണത്തിന് പോകുക എന്ന് പറഞ്ഞാൽ അപ്പം അവർ പറയും വീണാ വിജയൻ അല്ലല്ലോ പോയത്, കമ്പനിയല്ലേ. കണ്ണൂരിലെ പാവപ്പെട്ട ചെറുപ്പക്കാരെ വെട്ടിക്കൊന്ന കേസിലെ ആ അപ്പീൽ പോയത് സർക്കാർ ചെലവല്ലേ? ഇവർക്ക് സർക്കാർ ഇവർ ആജീവനാന്തം ഞങ്ങൾ തന്നെ ലോ വളർത്തോളം കാലം കേരളം ഭരിക്കും. അതുപോലെ BP ദിവ്യയുടെ മാനസിക പീഡനം കാരണം നവീൻ ബാബു എന്ന് പറയുന്ന ADM ആത്മഹത്യ ചെയ്തപ്പോൾ അതിനെതിരെ പിന്നെ CBI അന്വേഷണം ആവശ്യപ്പെട്ട് മഞ്ജുഷ എന്ന് പറയുന്ന നവീൻ്റെ ഭാര്യ കേസ് കൊടുക്കുമ്പോൾ അതിനെ എതിർക്കാൻ പോയതും സർക്കാരിന്റെ കാശ് മുടക്കിയാണ്, അല്ലേ? എന്തിനാണ് എതിർക്കാൻ പോകുന്നത്? CBI അന്വേഷണം നടന്നോട്ടെ. എന്താണ് കേരള പോലീസിന്റെ അന്വേഷണം? ഇവർക്ക് എന്താണ് മറക്കാനുള്ളത്? എല്ലായ്പ്പോഴും ഈ ഹൈക്കോടതിയിലും ജില്ലാ കോടതിയിലും എല്ലായിടത്തും പ്ലീഡർമാരെ നിയമിക്കുമ്പോൾ ഈ രാഷ്ട്രീയ അതൊന്ന് ഭരിക്കുന്ന അവരുടെ ബന്ധുക്കളെ പ്രധാന ബന്ധുക്കളുണ്ട്. കാരണം എല്ലാവരും ബന്ധുക്കളെ ഇവരെ വെക്കുന്നത് കോടതിയിൽ പോയി യെസ് യുവർ ഓണർ, നോ യുവർ ഓണർ, ഇത്രയും മാത്രം പറഞ്ഞാൽ മതി. പിന്നെ അവർ പ്രതികളായിട്ട് വരുന്ന, അതായത് രാഷ്ട്രീയ പാർട്ടികളുടെ ഇവരുടെ അണികൾ പ്രതികളായിട്ട് വരുന്ന കേസിൽ കണ്ണടച്ചു കൊടുക്കുക, അവരെ ജാമ്യം കിട്ടാൻ സഹായിക്കുക. ഇത് മാത്രമാണ് ഈ പ്ലീഡർമാരെയും സ്റ്റാൻഡിംഗ് കൗൺസിൽമാരെയൊക്കെ. ഇത് ഈ ഹൈക്കോടതി സ്റ്റാൻഡിംഗ് കൗൺസിൽമാരെ ഒത്തിരി പേരുണ്ട് ഇങ്ങനത്തെ. വലിയ ശമ്പളമാണ് ഇവർക്ക് മാസം. കാലാവധി തീരുന്നവരെ വലിയ കൂറ്റ ശമ്പളം, പിന്നെ സിറ്റിംഗ് ഫീ കാണുമായിരിക്കും. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇതൊരു ഭയങ്കരമായ കൊള്ളയാണ് നടന്നിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ. വലിയ സംഭവമാണ്. ഈ എന്താണെങ്കിലും ശരി, നമ്മുടെ നികുതി പണം എടുത്താണ് ഒരു മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പടി കേസിന് എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? ഈ കാറ് തല്ലി പൊട്ടിക്കാൻ പോകുന്നവനും പോലീസിൻ്റെ അടി കൊള്ളാൻ പോകുന്നവനും ആരെങ്കിലും അറിയുന്നുണ്ടോ? അവൻ ഓരോ ദിവസവും കഷ്ടപ്പെടുന്ന പൈസയിൽ ഒരു വിഹിതവും കൊണ്ടാണ് ഇവർ പൈസ അടിച്ചു മാറ്റി വെച്ച് അത് സംരക്ഷിക്കാൻ നടക്കുന്നത് എന്നുള്ളത് ഇവരാരെങ്കിലും അറിയുന്നു? ജയിലിൽ കിടക്കുമ്പോൾ മനസ്സിലായിക്കോളും. എന്താണെങ്കിലും വലിയ ഞെട്ടിക്കുന്ന തട്ടിപ്പുകളാണ് പുറത്തു വരുന്നത്. അപ്പോഴും പിണറായി വിജയനും മകൾക്കും സ്തുതി പാടി നടക്കുകയാണ് ഇവിടുത്തെ ഒരുപറ്റം മാർക്സിസ്റ്റ് പാർട്ടി.